നമസ്കാരം, എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ വിഷ്ണു അടൂർ. ഇ കൊമേഴ്സിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്ന വിഷയത്തെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഇ കൊമേഴ്സിനെ പറ്റി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ നമ്മൾ ഇ കൊമേഴ്സ് എന്താണെന്നും ഇ കൊമേഴ്സിനെ എങ്ങനെയൊക്കെ തരംതിരിക്കാമെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതുകൂടി കാണാവുന്നതാണ്. ഇ കൊമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്റർനെറ്റ് കൊമേഴ്സ് എന്നാണ് ഇതിന്റെ അർത്ഥം. ഇന്റർനെറ്റിലൂടെ ഏതെങ്കിലും ഒരു സാധനം വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതിന് നമുക്ക് ഇ കൊമേഴ്സ് എന്ന് പറയുവാൻ സാധിക്കും. ഇന്റർനെറ്റിലൂടെ ഏതെങ്കിലും ഒരു സേവനം നൽകുന്നതിനെയോ അല്ലെങ്കിൽ സേവനം സ്വീകരിക്കുന്നതിനെയോ നമുക്ക് ഇ കൊമേഴ്സ് എന്ന് പറയുവാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇന്റർനെറ്റിലൂടെ ഏതെങ്കിലും ഒരു സാധനം വിൽക്കുന്നതോ അല്ലെങ്കിൽ ഒരു സേവനം നൽകുന്നതോ, ഇന്റർനെറ്റിലൂടെ ഏതെങ്കിലും ഒരു സാധനം വാങ്ങുന്നതോ അല്ലെങ്കിൽ ഒരു സേവനം സ്വീകരിക്കുന്നതിനെയോ നമുക്ക് ഇ കൊമേഴ്സ് എന്ന് പറയുവാൻ സാധിക്കും. ഇ കൊമേഴ്സിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ്, അതായത് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ബിസിനസ്മാനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു സെല്ലറെ സംബന്ധിച്ച്, ഒരു സംരംഭകനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രോഡക്റ്റ്, അദ്ദേഹം വിൽക്കുന്ന പ്രോഡക്റ്റ് എന്താണെങ്കിലും അത് ലോകത്തിൽ മുഴുവൻ എത്തിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത് ഇ കൊമേഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് ആണ്. നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ലോക്കൽ മാർക്കറ്റിലേക്ക് നമ്മളൊരു സാധനം എത്തിക്കുന്നു. അപ്പോൾ അവിടെയുള്ള ആളുകൾ മാത്രമാണ് അത് വാങ്ങുവാനുള്ള സാധ്യതയുള്ളത്. പക്ഷേ ഇ കൊമേഴ്സ് വന്നതോടുകൂടി നമുക്ക് ലോകത്തിലുള്ള ഏത് മുക്കിനും മൂലയ്ക്കും നമ്മുടെ പ്രോഡക്റ്റ് എത്തിക്കുവാൻ സാധിക്കും. അവിടെയുള്ള ആർക്ക് വേണമെങ്കിലും അത് വാങ്ങുവാനും സാധിക്കും. ഒരു സംരംഭകന് അദ്ദേഹം നിർമ്മിക്കുന്ന ഒരു പ്രോഡക്റ്റിന് ഒരു ഗ്ലോബൽ റീച്ച് ലഭിക്കുന്നു. അതേപോലെ തന്നെ ഒരു ഉപഭോക്താവിന് ലോകത്തിന്റെ ഏത് മുക്കിനും മൂലയിലുമുള്ള പ്രോഡക്റ്റ് വാങ്ങുവാൻ സാധിക്കുന്നു. ഒരു പഴയ നമ്മുടെ കൺവെൻഷണൽ ആയിട്ടുള്ള മാർക്കറ്റിനെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ അടൂരാണ് താമസിക്കുന്നത്. അടൂരിലേക്ക് ചെന്ന് അവിടെയുള്ള കുറച്ചധികം കടകളിൽ നിന്നും ലഭ്യമായിട്ടുള്ള സാധനമാണ് ഞാൻ വാങ്ങുന്നത്. അതേപോലെ ഇവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഇവിടുത്തെ മാർക്കറ്റിൽ തന്നെയാണ് ഇവിടുത്തെ ആളുകൾ വിറ്റുപോകുന്നത്. പക്ഷേ നമ്മൾ ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇരുന്നുകൊണ്ടോ അല്ലെങ്കിൽ ഓഫീസിൽ ഇരുന്നുകൊണ്ടോ ലോകത്തിന്റെ ഏത് മുക്കിനും മൂലയിലുമുള്ള സാധനം വേണമെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്ത് വാങ്ങുവാൻ സാധിക്കും. നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് അമേരിക്കയിലുള്ള ഒരു സാധനം വാങ്ങുവാൻ സാധിക്കും. അതേപോലെ സാധനങ്ങൾ വിൽക്കുന്നയാൾക്ക് ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റ് മാത്രമല്ല, നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ടിലേക്ക് ഒരു സാധനം വിൽക്കുവാൻ സാധിക്കും, ഓസ്ട്രേലിയയിലേക്ക് ഒരു സാധനം വിൽക്കുവാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ മാർക്കറ്റിനെ ലോകം മുഴുവനായി ഒരു മാർക്കറ്റ് എന്നൊരു കൺസെപ്റ്റിലേക്ക് എത്തിക്കുവാൻ ഇ കൊമേഴ്സിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡിസ്റ്റൻസ് ഒരു പ്രശ്നമല്ലാതെ മാറി ലോകത്തിൽ എവിടെയുള്ള സാധനം വേണമെങ്കിലും ഒരാൾക്ക് വാങ്ങുവാൻ സാധിക്കുന്നു. ലോകത്ത് എവിടേക്ക് വേണമെങ്കിലും ഒരു സാധനം വിൽക്കുവാൻ സാധിക്കുന്നു. അതേപോലെ തന്നെയാണ് സേവനങ്ങളുടെ കാര്യങ്ങൾ. നമുക്കിപ്പോൾ അമേരിക്കയിൽ ഇരുന്ന ഒരാൾക്ക് വേണമെങ്കിൽ ഒരു സേവനം നമുക്ക് ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. മറ്റൊരു ലളിതമായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥാപനങ്ങളുടെയും കസ്റ്റമർ കെയറുകൾ വർക്ക് ചെയ്യുന്ന മറ്റ് വിദൂരമായിട്ടുള്ള സ്ഥലങ്ങളിലാണ്. ആ സാധനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമർ കെയർ ചിലപ്പോൾ ആ രാജ്യത്ത് പോലും ആയിരിക്കില്ല. അപ്പോൾ ഇന്ത്യയിൽ വിൽക്കുന്ന ഒരു ഫോണിന്റെ കസ്റ്റമർ കെയർ ചിലപ്പോൾ വർക്ക് ചെയ്യുന്നത് ചൈനയിലായിരിക്കും, അല്ലെങ്കിൽ ചൈനയിൽ വിൽക്കുന്ന ഒരു ഫോണിന്റെ കസ്റ്റമർ കെയർ ചിലപ്പോൾ USA-ലായിരിക്കും. അങ്ങനെ സേവനങ്ങളും മറ്റ് പല സ്ഥലങ്ങളിൽ വിദൂരമായ സ്ഥലങ്ങളിൽ ഇരുന്ന് നൽകുവാൻ സാധിക്കുന്നുണ്ട്. ചെറിയ വിലയിൽ സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്നു എന്നുള്ളത് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. അതായത് നമുക്കിവിടെ നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ ഇപ്പോൾ 10,000-2,000 രൂപയ്ക്ക് ലഭിക്കുന്ന ഒരു സാധനം നമുക്ക് ഇ കൊമേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നോ ഒക്കെ നമുക്ക് 1,000-1,500 രൂപയ്ക്ക് വാങ്ങുവാൻ സാധിക്കുന്നു. അവിടെ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ഉപഭോക്താവും നിർമ്മാതാവും തമ്മിൽ ഒരു ലിങ്ക് ഉണ്ടാകുന്നു. അതാണ് നമ്മൾ ഇ കൊമേഴ്സ് സംഭവിക്കുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ അമേരിക്കയിൽ ഉണ്ടാക്കുന്ന ഒരു മൊബൈൽ അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ഒരു എക്സ്പോർട്ടർ ഉണ്ട്. അയാൾ അതിന്റെ ലാഭം എടുക്കുന്നു. അതിനുശേഷം അത് കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന മറ്റൊരാളുണ്ട്, അയാളും അതിന്റെ ലാഭം എടുക്കുന്നു. അതിനുശേഷം നമ്മുടെ ജില്ലയിലേക്ക് കൊണ്ടുവരുന്ന ആളുണ്ട്, നമ്മുടെ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്ന ആളുണ്ട്, നമ്മുടെ ലോക്കൽ കടക്കാരനുണ്ട്. അങ്ങനെ എല്ലാവരും അവരവരുടെ ലാഭം എടുത്ത ശേഷമാണ് ഈ പറയുന്ന പ്രോഡക്റ്റ് ഒരു ഉപഭോക്താവിന്റെ കയ്യിലെത്തുന്നത്. അപ്പോൾ 5-6 ഘട്ടങ്ങളിലൂടെ 5-6 കരങ്ങളിലൂടെ കയറി വന്ന് അവരുടെ എല്ലാം ലാഭം കൂടെ കൂടിച്ചേർത്തുള്ള വിലയാണ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ നിർമ്മാതാവിനും പ്രത്യേകിച്ച് ഗുണമില്ല, ഉപഭോക്താവിനും പ്രത്യേകിച്ച് ഗുണമില്ല. ആ പണം ഇടനിലക്കാർക്ക് ലഭിക്കുന്നു. അമേരിക്കയിലുള്ള ഒരു മൊബൈൽ കമ്പനി ഒരു മൊബൈൽ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ വിൽക്കുന്നു. നമ്മൾ ഇവിടെ ഇരുന്ന് വാങ്ങുന്നു. അപ്പം നമുക്കിടയിലും ആ കമ്പനിക്കിടയിലും ആകെയുള്ളത് ആമസോൺ എന്ന് പറഞ്ഞ ഒറ്റ പ്ലാറ്റ്ഫോമാണ്. നമ്മൾ കൺവെൻഷണൽ മെത്തേഡ് എടുത്തു കഴിഞ്ഞാൽ 5-6-7 ഘട്ടങ്ങളിലൂടെ ഇടനിലക്കാർ ലാഭം എടുത്ത ശേഷമാണ് ആ പ്രോഡക്റ്റ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് കമ്പനിക്ക് അവർക്ക് ലഭിക്കുന്ന ആ ഒരു വില ലഭിക്കുകയും ചെയ്യുന്നു, ഉപഭോക്താവിന് ചെറിയ വിലയിൽ സാധനങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു. അതാണ് ഇ കൊമേഴ്സിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ്. ഇ കൊമേഴ്സിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് ഹോം ഡെലിവറി. നമുക്കൊരു സാധനം നമ്മുടെ വീട്ടിലിരുന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം നമ്മുടെ വീട്ടിൽ എത്തിച്ചു തരുന്നു. നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. ആ സാധനം നമ്മുടെ കൈവശം എത്തിക്കഴിയുമ്പോൾ മാത്രം നമുക്ക് പണം കൊടുത്താൽ മതി. അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഏത് സമയത്തും ഏത് സ്ഥലത്തും ഇരുന്ന് പർച്ചേസ് ചെയ്യുവാൻ സാധിക്കും. നമ്മുടെ കൺവെൻഷണൽ മെത്തേഡ്, നമ്മുടെ സാധാരണയുള്ള മാർക്കറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സാധനം വാങ്ങണമെങ്കിൽ അത് വിൽക്കുന്ന സ്ഥലത്തെത്തണം. പക്ഷേ ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ ഇരുന്നാലും, നമ്മുടെ വീട്ടിൽ ഇരുന്നാലോ നമ്മുടെ ഓഫീസിൽ ഇരുന്നാലോ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എവിടെ ഇരുന്നാലും നമ്മുടെ മൊബൈലോ നമ്മുടെ ലാപ്ടോപ്പോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു സാധനം പർച്ചേസ് ചെയ്യാൻ സാധിക്കും. രാത്രിയെന്നോ പകലെന്നോ ഇല്ല. നമ്മുടെ കൺവെൻഷണൽ മെത്തേഡ് ആണെങ്കിൽ ആ കട തുറന്നിരിക്കുന്ന സമയത്ത് ചെല്ലണം, ആ കട ഉള്ള സ്ഥലത്ത് ചെല്ലണം. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇ കൊമേഴ്സിന്. നമ്മൾ എവിടെ ഇരിക്കുന്നോ അവിടെ ഇരുന്നുകൊണ്ട് നമുക്കൊരു സാധനം പർച്ചേസ് ചെയ്യുവാൻ സാധിക്കും.
പക്ഷേ ഈ കൊമേഴ്സിനും ചില ദോഷങ്ങളുണ്ട്. നമുക്കറിയാം എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ ഗുണങ്ങളുമുണ്ട്, അതിൻ്റെതായിട്ടുള്ള ദോഷങ്ങളുമുണ്ട്. ഈ കൊമേഴ്സിന്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇന്റർനെറ്റ് കൊമേഴ്സ് ആണ്. ഇന്റർനെറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം. ഒരു മിനിമം കമ്പ്യൂട്ടർ നോളജ് ഉള്ള ഒരാൾക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും സഹായം തേടേണ്ടി വരും. അത് ഇ കൊമേഴ്സിന്റെ ഒരു ചെറിയ ദോഷമാണ്. കാരണം ഒരു ബേസിക് കമ്പ്യൂട്ടർ സ്കില്ല് അത് ഉപയോഗിക്കുന്ന ആൾക്ക് ഉണ്ടാവണം എന്നുള്ളത്. അത് മാത്രമല്ല, നമുക്ക് ട്രസ്റ്റഡ് അല്ലാത്ത ഒരുപാട് സൈറ്റുകളുണ്ട്. നമ്മളിപ്പോൾ ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ ആണെങ്കിൽ നമുക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള നമുക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള സൈറ്റുകളാണ്. പക്ഷെ അങ്ങനെ അല്ലാത്ത ഒരുപാട് സൈറ്റുകളുണ്ട്. അങ്ങനെയുള്ള സൈറ്റിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ഫേക്ക് ആയിട്ടുള്ള സൈറ്റുകളുണ്ട്. അവിടെ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ പണം നഷ്ടപ്പെടുവാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ ഫേക്ക് സൈറ്റുകളെയും നമ്മൾ സത്യസന്ധമായിട്ടുള്ള സൈറ്റുകളെയും കണ്ടെത്തുവാനുള്ള ഒരു ബുദ്ധിമുട്ട് ചില ആളുകൾക്കുണ്ടാവും. അതും അതിൻ്റെ ഒരു ദോഷമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഇരുന്ന് അമേരിക്കയിലുള്ളതോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലുള്ള ഒരാളിൽ നിന്നൊരു സാധനം വാങ്ങുന്നു. പലപ്പോഴും നമുക്ക് ആരിൽ നിന്നാണ് ഈ സാധനം വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് സാധനം വാങ്ങിക്കുന്നത് ഒന്നും നമുക്കറിയില്ല. നമ്മൾ പണം കൊടുക്കുന്നു, നമുക്ക് സാധനം ലഭിക്കുന്നു. അപ്പോൾ നമുക്കൊരു പേഴ്സണൽ ആയിട്ടൊരു ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ്റെ ഒരു ബുദ്ധിമുട്ട്. ആരിൽ നിന്നാണ് വാങ്ങുന്നതെന്ന് അറിയില്ല. ഇവിടെ നമ്മൾ ലോക്കൽ മാർക്കറ്റിൽ പോയിട്ട് ഒരു TV നമ്മൾ വാങ്ങിച്ചു. അതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് വിടാം, ആ ഒരു കടയിലേക്ക് ചെല്ലാമെന്നൊരു വിശ്വാസം നമുക്കുണ്ട്. പക്ഷേ ആ ഒരു വിശ്വാസം, ആ പേഴ്സണൽ റിലേഷൻസിന്റെ ഒരു ദോഷം നമുക്ക് പല ആളുകൾക്കും ഫീൽ ചെയ്യും. പക്ഷേ ഇതിന്റെ കാര്യമൊന്നുമില്ല നമുക്ക്. കാരണം സാധാരണ നല്ല സൈറ്റുകളിലൊക്കെ നമുക്ക് വാറണ്ടിയും കാര്യങ്ങളും ഒക്കെ ലഭിക്കുന്നുണ്ട്. അവർക്ക് റിട്ടേൺ ബാക്ക് പോളിസി ഒക്കെ ഉണ്ട്. എങ്കിലും ചില ആളുകൾക്ക് ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു മാനസികപരമായിട്ടുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട് ഈ കാര്യത്തിൽ ഉണ്ടാവും. അത് നമുക്കൊരു ചെറിയ ദോഷമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനങ്ങളൊക്കെ വളരെ വിദൂരമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് എത്തുന്നത്. അങ്ങനെ എത്തുമ്പോഴേക്കും ഷിപ്പ് ചെയ്ത് വരുന്നുണ്ട്, ട്രാവൽ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള തകരാറുണ്ടാവും എന്നൊരു പേടി നമുക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ പലപ്പോഴും ആ പ്രശ്നം ഉണ്ടാവാറില്ല. വളരെ നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്താണ് സാധനങ്ങൾ കൊണ്ടുവരുന്നത്. അങ്ങനെ ആ കൊണ്ടുവരുന്ന ട്രാവലിൽ ഉണ്ടാവാനുള്ള തകരാറുകളുടെ ഒരു സാധ്യത പലരും കാണുന്നുണ്ട്. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് ഇ കൊമേഴ്സ് കൊണ്ട് ചില ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ ഗുണമാണ് അദ്ദേഹത്തിന് ഗ്ലോബൽ റീച്ച് ലഭിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റ് വളരെ പെട്ടെന്ന് തന്നെ ലോകത്തിലെ എല്ലാ ഭാഗത്തും എത്തിക്കുവാൻ സാധിക്കുന്നു. ഒരുപക്ഷെ ഇടനിലക്കാരില്ലാതെ തന്നെയും അല്ലെങ്കിൽ ഏറ്റവും കുറവ് ഇടനിലക്കാരെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് സെയിൽ നടത്തുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് മികച്ച ലാഭം ലഭിക്കുന്നുണ്ട്. 24/7 വർക്കിംഗ് ആണതുകൊണ്ട് എല്ലാ സമയത്തും സെയിലിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു ഷോപ്പ് പോലുമില്ലാതെ ഏറ്റവും ചുരുങ്ങിയ മുതൽ മുടക്ക് അദ്ദേഹത്തിന് ഇത് ആരംഭിക്കുവാൻ സാധിക്കും. ഏതെങ്കിലും നിലവിലുള്ള ഒരു ഇ കൊമേഴ്സ് സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഉടൻ തന്നെ സെയിൽ ആരംഭിക്കുവാൻ സാധിക്കും. ചില ദോഷങ്ങളുണ്ട്. ഒന്നാമത്തെ ദോഷമാണ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇ കൊമേഴ്സ് സൈറ്റുകളിലൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇന്റർനെറ്റിലൂടെയുള്ള പണമിടപാടുകൾ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു സെക്യൂരിറ്റി പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതുപോലെ തന്നെ ഷിപ്പിങ്ങിലും ഡെലിവറിയിലും ഒക്കെ സാധനങ്ങൾക്ക് എന്തെങ്കിലും ദോഷം സംഭവിച്ചു കഴിഞ്ഞാൽ അത് സംബന്ധിച്ച് പുതിയ സാധനം റീപ്ലേസ് ചെയ്യേണ്ട ഒരു ആവശ്യകതയൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള ദോഷങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു ബേസിക് കമ്പ്യൂട്ടർ നോളജ് ആവശ്യമാണ് എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. പിന്നീട് മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഇ കൊമേഴ്സിൽ പോർട്ടൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് കുറച്ച് പണമുടക്കുള്ള കാര്യമാണ് എന്നൊരു കാര്യം കൂടിയുണ്ട്. ഒരു ഉപഭോക്താവിന് ഇ കൊമേഴ്സ് മൂലം ലഭിക്കുന്ന ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ റീച്ച് ആണ്. ലോകത്തിൽ എവിടെയുള്ള വസ്തുക്കളും അദ്ദേഹത്തിന് വാങ്ങുവാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് പ്രോഡക്റ്റിൽ നിന്നും ഏറ്റവും ബെറ്റർ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുവാൻ സാധിക്കുന്നു. കുറച്ച് പൈസക്ക് അദ്ദേഹത്തിന് സാധനങ്ങൾ ലഭിക്കുന്നു. എവിടെ വെച്ച് വേണമെങ്കിലും 24/7 ഏത് സമയത്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യുവാൻ സാധിക്കുന്നു. ഇടനിലക്കാരില്ല. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ കൈ കിട്ടുന്നു. ചില ദോഷങ്ങൾ കൂടിയുണ്ട്. അതായത് ഒരു സെക്യൂരിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദോഷം. ഓൺലൈനിലുള്ള എല്ലാ സൈറ്റുകളും ട്രസ്റ്റഡ് ആയിട്ടുള്ള സൈറ്റുകളല്ല. അതുകൊണ്ട് സെക്യൂരിറ്റി ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഷിപ്പിങ്ങിലോ ഡെലിവറിയിലോ നമുക്ക് ഓർഡർ ചെയ്ത സാധനത്തിന് എന്തെങ്കിലും ദോഷം സംഭവിക്കുമോ എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കമ്പനി ഇത് റീപ്ലേസ് ചെയ്ത് തരും എന്നൊരു ഉറപ്പ് കൂടിയുണ്ട്. സാധനങ്ങൾ ഇ കൊമേഴ്സ് സൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം ഒരു കമ്പ്യൂട്ടർ നോളജ് ആവശ്യമാണ് എന്നൊരു പ്രശ്നം കൂടിയുണ്ട്.